ഏറ്റവും കൂടുതൽ ഡ്രൈവർക്കുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു എടുത്ത് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ഇപ്പോൾ മാറ്റിവെക്കാൻ ഇടയുണ്ടായി. 24-ാം തീയതി 25-ാം തീയതി ആണ് അത് പോസ്റ്റ് ചെയ്തത്. ജൂൺ 2024 ജൂൺ 24-22 ദിവസങ്ങളിലായിട്ട് നടത്താനായിരുന്നു ടൂറിസം ഷോഫറുടെ 131/2023 എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന ആ ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് 25-ാം തീയതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ മെയിൻ എക്സാം എന്തോന്ന് ആ ടെസ്റ്റ് നടക്കുന്നത് കൊണ്ട് അതറിയാതെ ആൾറെഡി PSC ഈ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. പിന്നെ PSCക്ക് കുട്ടികൾ തന്നെ കാൻഡിഡേറ്റ്സ് തന്നെ അറിയിച്ചത് പ്രകാരം കാൻഡിഡേറ്റ്സിൻ്റെ സൗകര്യാർത്ഥം ആ ടൈം ഒന്ന് മാറ്റി തരുന്നുള്ള റിക്വസ്റ്റ് വെച്ചിട്ട് തൽക്കാലം ഈ ടൂറിസത്തിൻ്റെ ഏകദേശം 5-8 വേക്കൻസി ഉണ്ട് തോന്നുന്നു. അതിനെ വേറൊരു ഡേറ്റിലേക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഡേറ്റ് വന്ന ഉടനെ തന്നെ ആൾക്കാർ പോസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ഇന്ന് മുതൽ ഇവിടെ അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം 5 മാക്സിമം 6 ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുള്ളൂ ട്രയൽ പ്രാക്ടീസ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ വണ്ടി ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആണ്. ഇന്ന് 5 ആളാണ് പ്രാക്ടീസിനുള്ളത്. ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിബണും കാര്യങ്ങളൊന്നും ഞാൻ കെട്ടിയിട്ടില്ല. കൃത്യമായിട്ട് ട്രാക്ക് അടിച്ച് അതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായി തന്നെ അളന്ന് കറക്റ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം സെറ്റായിട്ട് ഫൈനൽ സ്റ്റേജിൽ റിബൺ അടിച്ചതുകൊണ്ട് അവിടെ അറ്റത്തൊരു റിബൺ അടിച്ചൊരു ട്രാക്ക് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ആ റിബൺ അടിച്ച ട്രാക്കിലേക്ക് ഞങ്ങൾ പോകും. വളരെ ആയിരിക്കും കിട്ടാൻ സാധ്യത. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്റ്റേറ്റ് വൈഡിൻ്റെ LMB ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തുന്ന ടെസ്റ്റുകൾക്ക് ബൊലേറോ കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ബൊലേറോ തന്നെ ആയിരിക്കും കിട്ടാൻ 100% സാധ്യത എന്നുള്ളത് പറയുന്നത്. പിന്നെ നിങ്ങളോടത്ത് എനിക്ക് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷോഫറുടെ ഹൈക്കോർട്ട് ഷോഫർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹൈക്കോർട്ട് ഷോഫറുടെ അതിൽ ഫസ്റ്റ് റാങ്ക്കാരൻ വന്ന് പഠിച്ചിട്ട് പോയത് എൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ അവിടെ 19 സീറ്റ് വണ്ടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 19 സീറ്റ് വണ്ടിയിൽ കിട്ടിയാലേ ആ ജോലി കിട്ടുള്ളൂ കൊണ്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പുറകെ പോയി. ഞാൻ പഠിപ്പിച്ചത് 17 സീറ്റ് വണ്ടിയാണ്. ഈ 17 സീറ്റ് വണ്ടി പഠിച്ചാലും 19 സീറ്റ് വണ്ടിയിൽ പഠിച്ചാലും അതിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും വെച്ചിട്ട് എന്തോ ഒരു ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. റോഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി റോഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ആണ് അതിൽ തരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ്. നമ്മൾക്ക് T മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ H മാത്രം നോക്കിയാൽ മതി. റോഡൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്ന ആളാണെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അതിലുപരി നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും അതിൻ്റേതായിട്ടൊരു തയ്യാറെടുപ്പിൽ കൂടെ പോവുകയാണെങ്കിൽ അത് അത്രയും നല്ലതെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടാവും. ഈ ടെസ്റ്റുകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് റോഡ് ടെസ്റ്റ് വരുമ്പോൾ മാത്രമേ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ KP ഗണേഷ് കുമാർ സാർ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നിങ്ങൾക്ക് PSC ടെസ്റ്റുകൾക്കും വരുന്നത്. PSC ടെസ്റ്റുകൾ നടക്കുമ്പോഴും ഈ നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് എന്തൊക്കെയാണ് നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ആ ഒരു പരിചയത്തോട് കൂടിയിട്ടാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഈ ടെസ്റ്റും വരുന്നത്. അപ്പോൾ അതേപോലെയുള്ള സ്ട്രിക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുക. ഇപ്പോൾ എൻ്റെ ക്വാളിറ്റിയുള്ള സ്ഥാപനമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, ആദ്യത്തെ വരുന്ന 5 റാങ്കിൽ ഒന്നില്ലെങ്കിൽ 5 ആളും എൻ്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു 4 എണ്ണം ചുരുങ്ങിയത് 3 ആൾക്കാർ എൻ്റെ അവിടെ വന്ന് പഠിച്ചു പോയ ആൾക്കാരാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ഇതുവരെ ഞാൻ പല ലിസ്റ്റുകൾ വന്നപ്പോഴും അതിൻ്റെയൊക്കെ റിസൾട്ട് കൃത്യമായി ഞാൻ അതിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഈ ഹൈക്കോർട്ട് ഷോഫറിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വരുണ എന്തോന്ന് പേര്, ആ പുള്ളി എന്നെ വിളിക്കുക നിങ്ങൾ കിട്ടിയതൊന്നും എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇവരെ നോട്ട് ചെയ്ത് വെച്ച് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ വീഡിയോയിലും ഈ റാങ്ക് ലിസ്റ്റിൻ്റെ തന്നെ കാര്യങ്ങൾ ഇടുന്നത് കൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരു ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ട. ഇനി അടുത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ അത് അപ്പോൾ അനൗൺസ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ അത് അനൗൺസ് ചെയ്യാനുള്ള കാരണം ആ സന്തോഷം നിങ്ങളടുത്ത് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ
ഇപ്പം ഞാൻ തരുണിൻ്റെ മറ്റേ നമ്മളെ ഹൈക്കോർട്ട് ഷോഫറിൽ എടാ അവൻ്റെ പേരെന്താണ് ഹൈക്കോർട്ട് ഷോഫറിൽ ഫസ്റ്റ് കിട്ടിയവൻ്റെ പേര് വരുൺ സോറി വരുൺ എന്നാണ് കേട്ടോ. അത് എൻ്റെ മൈൻഡിൽ നിന്ന് പോയതാണ് വരുൺ. അപ്പോൾ അതിൽ പരിചയമുള്ള ആൾക്കാർ പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ അതിലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ വരുൺ, അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൺഗ്രാജുലേഷൻ പറയാൻ പറ്റിയില്ല, ഫോണിൽ വിളിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ താങ്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവിടെ പോയി ചെയ്തുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിക്കാണെന്ന് വിചാരിക്കും. ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ താങ്കളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താം. നിങ്ങളെന്നല്ല, എൻ്റെ അടുത്ത് വന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ജോലിയിൽ കയറിയ ഏതൊരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താം. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനി പോലീസ് ഡ്രൈവറുടെ വരുന്നുണ്ട് ടെസ്റ്റ്. പോലീസ് ഡ്രൈവറുടെ ടെസ്റ്റ് വരുമ്പോൾ അതിനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിളിച്ച് വരട്ടെ, പ്രാക്ടീസിന് വരട്ടെ ചോദിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫിസിക്കൽ എടുക്കാൻ നോക്കും. നിങ്ങൾ ഫിസിക്കൽ 7 ഉണ്ടെങ്കിൽ 7 പഠിച്ചിട്ട് പോവുക. എനിക്ക് 5 അവിടെ പാസ്സാകാൻ വേണ്ടുള്ളൂ, അല്ലെങ്കിൽ 6 പാസ്സാകാൻ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകരുത്. അതിൽ അവർ എത്ര ഉണ്ടോ മാക്സിമം ചെയ്യാൻ പറ്റും. അത് മാക്സിമം എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ അവർ ക്വാളിഫൈ ചെയ്യുന്ന ആ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്നെ വിളിച്ചോളൂ. അതിനുശേഷം ഞാൻ പോലീസ് ഡ്രൈവറുടെ പ്രാക്ടീസ് ചെയ്തു തരാം. അതും ഞാൻ പറഞ്ഞു തരാം. വൈക്കിംഗ് വണ്ടിയാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കിട്ടുക. അത് വൈക്കിംഗ് വണ്ടി തന്നെ പഠിക്കണം. അല്ലാതെ അതിൽ ചെറിയ വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കിംഗ് വണ്ടിക്ക് ഫ്രണ്ട് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വൈക്കിംഗ് വണ്ടി പോലെയാണ്, ഇതൊരു പൊടിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഒരിക്കലും വൈക്കിംഗ് വണ്ടി അല്ലാത്ത വണ്ടിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വൈക്കിംഗ് വണ്ടിൻ്റെ ക്വാളിറ്റി കിട്ടില്ല. നമ്മൾ വണ്ടി പുറകിലേക്കാണ് നീളം കുറവ് കൂടുതലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫ്രണ്ടിലേക്ക് നീളം കൂടുതലുള്ള വണ്ടിയെ നമ്മൾ ഓട്ടി പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് അതിലേക്ക് എത്തേണ്ടത്. പിന്നെ നമ്മൾ എത്ര നല്ലതായിട്ട് അറിയുന്ന ഡ്രൈവർമാരാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഡ്രൈവർമാരാണെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു പ്രയത്നം വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പില്ലാതെ ഒരിക്കലും പോവരുത്. റോഡ് ടെസ്റ്റ് എന്നുള്ളത് മുഖ്യ ഘടകമാണ്. റോഡ് ടെസ്റ്റിൽ ഫുൾ മാർക്ക് കിട്ടേണ്ട രീതികൾ എന്താണെന്നും അത് എങ്ങനെയാണ് ഫുൾ മാർക്ക് അടിക്കുന്നതെന്നും എൻ്റെ അടുത്ത് വന്ന കൂടുതൽ ആൾക്കാരും കൂടുതൽ റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ ആൾറെഡി വന്നുപോയ ആൾക്കാർക്കും ജോലി കയറിയ ആൾക്കാർക്കും അറിയാം. വീണ്ടും അതുപോലുള്ള സേവനങ്ങൾ എൻ്റെ കയ്യിൽ ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും വീഡിയോ ഞാൻ ഇടുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ കൂടെ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ ബിസിനസ്സിൽ തന്നെ ബാധിക്കുന്ന രീതിയിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഇരുന്നില്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. ഇതിൽ മറുപടി കൃത്യമായിട്ട് കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിലും വാട്സപ്പിൽ ഇട്ടാലും ഞാൻ എപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അതിനനുസരിച്ച് മറുപടി കിട്ടി. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്ന് വിഡ്രോ ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 ആൾക്കാരാണ് ഉള്ളത്. 4 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി ഒരുത്തൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് വിഡ്രോ ആകുകയാണ്. ഐ ആം ജഗദീഷ്. ഗുഡ് ബൈ.